ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ എന്തിനു പറയുന്നു? ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ കഴിവുള്ളൊരു കായാണ് ദാണ്ട് ഈ നിൽക്കുന്നത്. ഞാൻ വെറുതെ പറഞ്ഞാലാണോ? 15ഓളം അസുഖങ്ങൾക്ക് ഏറ്റവും ബെറ്ററായ ഒരു കുരുവാണ് ദാണ്ട് ഒരു കായാണ് ദാണ്ട് എൻ്റെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഇത് ഏതാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണം ഇത് എന്തിൻ്റെ കായാണെന്ന്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ എന്ന് വേണ്ട സകല പ്രശ്നങ്ങൾക്കും അത്യുത്തമമായ ഒരു കായാണിത്. അപ്പോൾ ഞാനിത് ഒന്ന് പറിച്ചിട്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ അതിലുപരി തന്നെ ഇപ്പം ആൻറ്റി ഓക്സിഡൻ്റ് അളവ് ഇത് ഒരുപാട് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് റെഗുലറായിട്ട് കഴിക്കുകയാണെങ്കിൽ പനി പോലും നമുക്ക് വരാൻ സാധ്യത കുറവാണ്. കാര്യം അത്രത്തോളം രോഗപ്രതിരോധ ശേഷിക്ക് കൂട്ടാനുള്ള ഒരു ഔഷധം തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ കായ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ചുണ്ടക്കയാണ് കേട്ടോ. ചുണ്ടക്ക നമുക്ക് അറിയാമല്ലോ, നമ്മുടെ പറമ്പുകളിലും റോഡ് സൈഡിലൊക്കെ ഒരുപാടുണ്ട്. നമ്മളിതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ഇത് ഒന്നിനും കൊള്ളത്തില്ല എന്ന് ചിലർക്കൊക്കെ അറിയാം കേട്ടോ. ചിലർക്കൊക്കെ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാം. ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നതുമുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് നാരുകൾ അടങ്ങിക്കൊണ്ട് നമുക്ക് ദഹനം മെച്ചപ്പെടുത്താൻ ഏറ്റവും ബെറ്ററാണ്. എന്ന് വേണ്ട 15ഓളം ഈ പറഞ്ഞ അസുഖങ്ങൾക്ക് ഏറ്റവും ബെറ്റർ തന്നെയാണ് ഈ ചുണ്ടക്ക എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ ആദ്യം ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഇതുപോലൊരു പാത്രത്തിലെടുത്ത് വെള്ളത്തിലിട്ട് വെക്കണം. അതായത് ഏകദേശം ഒരു അരമണിക്കൂറോളം ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് അരമണിക്കൂറിന് ശേഷം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു അരമണിക്കൂറോളം എന്താണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഡയറക്റ്റ് ഒന്നിലും ഉപയോഗിക്കരുത്. ഇതിനെ നമ്മൾ ഒരു ഇടികല്ലിലോ എല്ലാം വെച്ച് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. നമ്മളിത് ഇടികല്ലിട്ട് അത്യാവശ്യം നമ്മുടെ ഇത് പൊട്ടണം. ഇത് ഇങ്ങനെ മുഴുവനും ഉപയോഗിക്കരുത്. ഇത് ഏകദേശം പൊട്ടുന്ന രീതിയിൽ തന്നെ ഇതിനകത്തു നിന്നുള്ള പറഞ്ഞ അരിയും സാധനങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് വരുന്ന രീതിയിൽ ഇതിനെ ഒന്ന് ഇടിച്ചെടുത്തതിന് ശേഷം സാമ്പാർ പോലുള്ള ഇതുപോലെ നമുക്ക് വീട്ടുകളിൽ സാമ്പാർ വെക്കാറുണ്ടല്ലോ, സാമ്പാറിനെത്തിട്ട് സാമ്പാറായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് വിഴുക്ക് വരട്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. തോരൻ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇത് ചിലർക്ക് ഇത് പിടിക്കത്തില്ല, ഇതിൻ്റെ ഒരു ടേസ്റ്റ് പിടിക്കാതെ വരും. അറിയാമല്ലോ, നല്ല സാധനങ്ങൾക്കൊന്നും നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ഉണക്കി വെച്ചിട്ട് നമുക്ക് ഉപ്പേരിയായിട്ട് കഴിക്കാൻ പറ്റും. അതായത് ഈ പറഞ്ഞ നമ്മൾ പാവയ്ക്കൊക്കെ ഉണക്കത്തില്ലേ, പാവയ്ക്കൊക്കെ ഉണക്കി ഉപയോഗിക്കുന്ന പോലെ നമുക്കൊരു ഉപ്പേരിയായിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അത്രത്തോളം ഔഷധ ഗുണമുള്ള ഈ പറഞ്ഞ 15ഓളം അസുഖങ്ങൾക്ക് ഏറ്റവും ബെറ്ററായ ഒരു സാധനമാണ്. നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ഒക്കെ ഇതുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇത് ഉപയോഗിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കാരണവശാലും ഈ അരമണിക്കൂറോളം വെള്ളത്തിലിടാതെ എടുത്ത് ഡയറക്റ്റ് ഉപയോഗിക്കരുത്. വെള്ളത്തിലിട്ട് ഇതിൻ്റെ കുറേ കറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം പോയതിന് ശേഷം ചതച്ചിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിങ്ങൾ ആഹാരത്തിൻ്റെ കൂടെ ഇത് ഉപയോഗിച്ചോ. ഈ പറയുന്ന മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ ഈ പറഞ്ഞ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ നോർമലായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം എന്തായാലും നിങ്ങൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് അറിയിക്കണം. ഓക്കെ, ബൈ.